ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോണ്ടല്ലോ ശരിക്കും ഞെട്ടിപ്പോയി. നിറഞ്ഞ് കവിഞ്ഞ് നല്ല തെളിഞ്ഞ വെള്ളം ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നല്ല ചൂടുള്ളൊരു കട്ടൻ ചായയും ഇതേപോലെ ഒരു മഴയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയല്ലേ. ലെവൽ ചെയ്ത് ഷേപ്പ് ആക്കി എടുത്തതിൻ്റെ ശേഷമുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു 2-3 ആഴ്ച കൊണ്ട് ശരിക്കും പടർന്ന് പിടിച്ച് നല്ല ഉഷാറായിട്ട് ലാൻഡ്സ്കേപ്പ് ആയിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ ഗാർഡൻ്റെ മേക്ക് ഓവർ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ പാർട്ട് 2 വേണമെന്ന് ചോദിച്ചിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരില്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ഇപ്പോൾ ആ ഒരു ഏരിയയുടെ ലുക്ക് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് രാവിലെ ഉണ്ടല്ലോ എണീറ്റപ്പോൾ തന്നെ നല്ല മഴയാണ്. ഞാൻ നോക്കുമ്പോണ്ടല്ലോ രാത്രി നല്ലോണം മഴ പെയ്തിട്ട് നമ്മുടെ കുളത്തിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞ് വന്നിട്ടുണ്ട്. പുറത്തേക്കുള്ള വാതിലൊന്ന് തുറന്നു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം വെള്ളം പൊങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോണ്ടല്ലോ ശരിക്കും ഞെട്ടിപ്പോയി. നിറഞ്ഞ് കവിഞ്ഞ് നല്ല തെളിഞ്ഞ വെള്ളം ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അടുക്കളയിൽ ഉള്ളിൽ നിന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ്. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടില്ല, അടുക്കളയിൽ തന്നെ നിന്നിട്ട് നോക്കുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ് ഈ ഒരു കുളം ഇങ്ങനെ നിറഞ്ഞ് കാണുമ്പം. കാരണം നമുക്ക് അത്രയും ഫ്രഷ് വാട്ടർ ഇങ്ങനെ കുടിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ചൂടുകാലത്ത് കുഴക്കിണറത്തെ വെള്ളമാണ് കുടിക്കുന്നത്. മഴക്കാലത്ത് ഒരു 8 മാസമൊക്കെ ഇതിലുള്ള വെള്ളം കുടിക്കാൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇന്നലെ ഞാൻ കിടക്കാൻ പോകുമ്പോൾ ഒന്നും ഇതിനകത്ത് ഇത്രയും വെള്ളം ഇല്ല. ഇനി നമ്മുടെ സ്റ്റെപ്സിൻ്റെ പണി എവിടം വരെ ആയിന്ന് കാണിച്ചു തരട്ടെ. കണ്ടോ, നമ്മൾ ഫുള്ള് സ്റ്റെപ്സ് മുകളിൽ വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും അടിയിലുള്ള സ്റ്റെപ്പ് കുറച്ച് വീതിയുള്ള സ്റ്റെപ്പാണ്. പിന്നെ വീതി കുറഞ്ഞ് ഇങ്ങനെ മേലേക്ക് പോയിട്ട് മേലെ പിന്നെ ഒരു ലാൻഡിങ് സ്പേസ് ആയിട്ട് നമ്മൾ അങ്ങനെ ഇട്ടിക്കാണ്. മൊത്തം 11 സ്റ്റെപ്സ് ഉണ്ട്. ഇത് ഞാൻ മുന്നത്തെ വീഡിയോൻ്റെ പോലെ തന്നെ ഓരോരോ ദിവസം ഇങ്ങനെ അപ്ഡേഷന് വീഡിയോസ് എടുത്ത് വെച്ച് ക്ലിപ്സ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു വീഡിയോ ആക്കിയതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല. നമ്മൾ പേൾ ഗ്രാസ് ഒക്കെ നട്ടുകൊണ്ടിരിക്കുകയാണ്. സ്ലോപ്പൊക്കെ ഒന്നും കൂടി ഭംഗിയാക്കിയിട്ട് മുകളിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതുണ്ടല്ലോ ഒരു സ്റ്റെപ്പ് പോലെ ഇങ്ങനെ 2 തട്ടുകളായിട്ട് കല്ലുകൾ അടുക്കി വെച്ചത്, അതും ഈ ഇടിഞ്ഞു വീണതിൻ്റെ ഭാഗമായിട്ട് മേലുള്ള ഭാഗമാണ്. നമ്മുടെ സ്ഥലം തന്നെയാണ് അത്. അവിടെ ഭാഗം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് 1 മീറ്റർ വീതിയുള്ള തട്ടുകളാക്കി മണ്ണ് ഫില്ല് ചെയ്ത് അങ്ങനെ ആക്കുകയാണ് കേട്ടോ. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നട്ട് ആ സ്ഥലം യൂസ്ഫുൾ ആവും ചെയ്യുമല്ലോ. പിന്നെ ഇപ്പോഴാണെങ്കിൽ ആ സ്റ്റെപ്പുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാനും ഇറങ്ങാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം കൂടി ഉണ്ടല്ലോ. ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും നിന്നില്ല. തലേന്ന് രാത്രി വെച്ച ബിരിയാണി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ അതിൻ്റെ ബാക്കി എടുത്തിട്ട് ചൂടാക്കാമെന്ന്. എനിക്ക് സത്യത്തിൽ ഈ ബിരിയാണി ഫ്രഷ് കഴിക്കണേക്കാളും ഭയങ്കര ഇഷ്ടമാണ് പിറ്റേ ദിവസം അത് ചൂടാക്കി കഴിക്കണത്. ഫ്രഷിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റുള്ള പോലെ തോന്നും. അതിൻ്റെ കൂടെ നല്ല ചൂടുള്ളൊരു കട്ടൻ ചായയും ഇതേപോലെ ഒരു മഴയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയല്ലേ. അങ്ങനെ നിങ്ങളാരെങ്കിലും ഉണ്ടോ ഈ ഫ്രഷ് ബിരിയാണിനേക്കാളും പഴയത് ചൂടാക്കി കഴിക്കുമ്പോൾ ഇഷ്ടമുള്ള ആൾക്കാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഹാജരിടാൻ മറക്കല്ലേ. ഈ ഒരു പെരുമഴയത്തും ഒരാളവിടെ മുകളിൽ പണി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതങ്ങനെയാണ്. അത് ഇപ്പോൾ ഒരു പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മഴയാണ് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറിക്കോളി എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ തുടങ്ങി വെച്ച പണി മഴ കൊണ്ടിട്ടാണെങ്കിലും വെയിൽ കൊണ്ടിട്ടാണെങ്കിലും ഒക്കെ ആ വിചാരിച്ച കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മൾ നിർബന്ധം പിടിച്ചാൽ നമുക്ക് ചീത്ത കേൾക്കാന്നല്ലാതെ അതുകൊണ്ടൊരു കാര്യമില്ല. ഇനി നമുക്കുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റെപ്പിൻ്റെ 2 സൈഡിലും കിടക്കുന്ന ഈ ഒരു മണ്ണുണ്ടല്ലോ, ആ മണ്ണ് ശരിക്കും അന്ന് ഇടിഞ്ഞു വീണ് അന്ന് എങ്ങനെയാണോ കിടന്നിരുന്നത് അതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒരു സ്ലോപ്പായിട്ട് കിടക്കുകയാണ്. അപ്പം അതിന് പകരം നമ്മൾ ഒന്നും കൂടിയും ഒരു വളവും തിരിവൊക്കെ കൊടുത്തിട്ട് കുറച്ച് ഭംഗിയിലാക്കി എടുക്കുക. ചെറിയൊരു സ്ലോപ്പ് ഇങ്ങനെ ഒരു പാമ്പിൻ്റെയൊക്കെ പോലെ ഇങ്ങനെ വളഞ്ഞിങ്ങനെ ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ലോപ്പാക്കി എടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ ആ മണ്ണിങ്ങനെ പതുക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി നോക്കാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ഷേപ്പ് ആക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിൽ, അതായത് ആ മതിലിനോട് ചാരി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മൾ മണ്ണ് ശരിക്ക് മാന്തിയിട്ട് കുറച്ച് ആഴത്തിൽ മാന്തിയിട്ട് ഒരു ചാല് കീറിയിട്ട് ആ മതിലുള്ള കല്ലുണ്ടല്ലോ, കല്ലിൻ്റെ പടവ്, ആ പടവിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അത് സിമെൻറ്റും പിന്നെ എംസാൻഡും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പുട്ടുപൊടി ഉണ്ടല്ലോ, ആ പുട്ടുപൊടീൻ്റെയൊക്കെ പുട്ടുപൊടി നനക്കുമ്പോൾ ആ പൊടി നമ്മൾ എങ്ങനെയാണ് നനക്കുക, ഒരു പിടിച്ചാൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും, എന്നാൽ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വിട്ടാൽ അത് പൊടിയായിട്ട് തന്നെ വീഴും. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വെള്ളം ചേർത്ത് മിക്സ് ആക്കിയിട്ട് അത് കൈകൊണ്ട് തന്നെ എടുത്തിട്ട് ഈ മണ്ണ്
ഈ ഒരു സിമെൻറ്റിൻ്റെ കൂട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിലേക്ക്, ഈ കല്ലിൻ്റെ പടവിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇത് ശരിക്കും നമ്മൾ വീടിന് ചുറ്റുമുള്ള എല്ലാ കരിങ്കല്ലിൻ്റെ പടവും നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അത് നല്ലൊരു ഭംഗിയിൽ വരും കേട്ടോ. ഫൈനലി അത് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ഈ ക്ലാഡിങ് ഒക്കെ ചെയ്യൂലേ, സ്റ്റോൺ ക്ലാഡിങ് ചെയ്യുമല്ലോ, അതുപോലത്തെ ഒരു ലുക്കിൽ വരും. അല്ലാതെ നമ്മൾ ശരിക്കും തേപ്പുകാരെ വിളിച്ചിട്ട് ചെയ്യിക്കുമ്പോൾ എന്താ വെച്ചാൽ അവരത് ശരിക്കും അങ്ങോട്ട് വെള്ളം കലക്കി മിക്സ് ആക്കിയിട്ട് എന്താ പറയുക, ഈ ഒരു ചട്ടകം കൊണ്ട് ഇങ്ങനെ തേച്ച് പോവല്ലേ ചെയ്യുക. അപ്പോൾ അതൊരു വൃത്തികേടായിട്ട് ആ കല്ലിൻ്റെ ഷേപ്പും അതിൻ്റെ ഭംഗിയൊന്നും ശരിക്കും കാണൂല. അപ്പോൾ അങ്ങനെ തേപ്പുകാരെ കൊണ്ട് ചെയ്യിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ബാബുവിനെ ഇങ്ങനെ ഈ മിക്സ് ചെയ്ത് പഠിച്ചിട്ട് ഒറ്റയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കൈകൊണ്ട് നിറച്ചാണ് കേട്ടോ നമ്മൾ വീടിൻ്റെ ഫുള്ള് ചുറ്റും ചെയ്തത്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗം ചെയ്യാതെ ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ കൈകൊണ്ട് ഫില്ല് ചെയ്തിട്ട് ഓരോ ഗ്യാപ്പും ഫില്ല് ചെയ്യണം. അപ്പോൾ ആ ഫില്ല് ചെയ്യുന്നത് കുറച്ച് അടിയിൽ നിന്ന് ഫില്ല് ചെയ്താൽ ഇൻ കേസ് ഇനി മണ്ണ് കുറച്ച് ഒലിച്ചാലും എന്താ പറയുക, അടിഭാഗത്തുള്ള കുറച്ച് ഭാഗം കൂടി അങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ നമ്മൾ സിമെൻറ്റ് കൊണ്ട് ഫില്ല് ചെയ്തു. ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ അത് ഉണങ്ങിയതിൻ്റെ ശേഷം നമ്മൾ ആ ചാല് കീറിയതൊക്കെ നമ്മൾ മണ്ണിട്ട് അടച്ചിട്ട് വീണ്ടും ആ മണ്ണ് ഒന്നും കൂടിയും ലെവൽ ചെയ്ത് ഷേപ്പാക്കി എടുത്തതിൻ്റെ ശേഷമുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടോ. കാരണം ഇത് എങ്ങനെ മണ്ണിട്ടിട്ടും ഏത് ഷേപ്പിലാക്കി എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഷേപ്പൊക്കെ കറക്റ്റായി കിട്ടി, നല്ല ലെവലായി ഭംഗിയായി നമ്മൾ സാറ്റിസ്ഫൈഡ് ആയതിന് ശേഷം ഇനി ഉള്ള നമ്മുടെ പണി എന്താണെന്നറിയോ, ഈ ഒരു കുന്നിൻ്റെ മുകളിൽ നമ്മൾ പേൾ ഗ്രാസ് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. ആ പേൾ ഗ്രാസ് നട്ടുപിടിപ്പിച്ചതിൻ്റെ ശേഷം പിന്നീട് നമുക്ക് ഈ രണ്ട് സൈഡിലുള്ള മുറ്റം, അതായത് ഈ അടുക്കള ഭാഗത്തുള്ള മുറ്റം പിന്നെ ഈ ഒരു സൈഡിൽ കാണുന്ന ഈ ഒരു മുറ്റവും കൂടിയും നമ്മൾ ചെടികളൊക്കെ വെച്ച് പേൾ ഗ്രാസ് ഒക്കെ വെച്ച് നല്ല ലെവലാക്കി ഭംഗിയാക്കി നീറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് ഈ ലാൻഡ്സ്കേപ്പുള്ള ഭാഗത്ത് ചെടി നടുക എന്നുള്ളതാണ്. ആ ചെടികൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരു ടാസ്ക് പണിയാണ്. അത് സെലക്ട് ചെയ്ത് അത് കറക്റ്റ് പൊസിഷനിൽ വെക്കുക എന്നുള്ളത് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പണിയാണ്. നമുക്കിനി അടുത്തത് പേൾ ഗ്രാസ് നട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ മുറ്റം നന്നാക്കി കഴിഞ്ഞാൽ പിന്നീടുള്ള പണി നമുക്ക് ചെടികൾ വെക്കുക എന്നുള്ളതാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, ഓരോരോ കാര്യങ്ങളും. ഇനി നമുക്ക് എന്താ പറയുക, പേൾ ഗ്രാസ് നടാൻ തുടങ്ങാം. നമ്മുടെ മുറ്റത്ത് ഓൾറെഡി നട്ടിട്ടുള്ള പേൾ ഗ്രാസ് ഒക്കെ കുറേ ഭാഗം നശിച്ചു പോയിട്ടുണ്ട്. അത് ഈ മഴയത്ത് സ്കൂട്ടറിൽ ഇങ്ങനെ എംസാൻഡും സിമെൻറ്റും ഒക്കെ കയറ്റിയിട്ട് ഈ ഒരു പേൾ ഗ്രാസ് കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ ആകെ ചളി പിളിയായിട്ട് അവിടുത്തെ മണ്ണൊക്കെ ഇളകിയിട്ട് അങ്ങനെയാണ് ആ ഗ്രാസൊക്കെ കുറേ സ്ഥലത്ത് നശിച്ചു പോയത്. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറച്ച് ദിവസം അങ്ങനെ അവിടെ തൊടാണ്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വശങ്ങളിലൊക്കെ ഉള്ള ഗ്രാസ് അങ്ങോട്ട് പടർന്നിട്ട് അവിടെ സെറ്റായി വരും. അപ്പോൾ ഈ ഒരു പേൾ ഗ്രാസ് നമ്മൾ മുറ്റത്ത് തന്നെ ഉള്ള ഗ്രാസും പിന്നെ നമ്മൾ വീടിൻ്റെ പുറത്ത്, അതായത് റോഡ് സൈഡിൽ ആളുകൾക്ക് നടക്കാനുള്ള ഫുട് പാത്ത് ഉണ്ടല്ലോ, അവിടെയൊക്കെ കാട് കെട്ടി പുല്ലൊക്കെ നിന്നിരുന്നൊക്കെ നമ്മൾ ചെത്തിക്കോരി വൃത്തിയാക്കിയിട്ട് അവിടെ നമ്മൾ പേൾ ഗ്രാസ് വെച്ച് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് പേൾ ഗ്രാസ് ഒക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ അത് തികയാത്തത് നമ്മൾ മുറ്റത്ത് തന്നെ ഉള്ള പേൾ ഗ്രാസ് ഉണ്ടല്ലോ, അത് ഓൾറെഡി ഇപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചളിയൊക്കെ ആയി നാശമായി പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രാസ് തന്നെ നമ്മൾ ഓരോരോ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട്, അതായത് ഈ സിമെൻ്റൊക്കെ തേക്കാൻ എടുക്കുന്ന ആ ഒരു എന്താ പറയുക ചട്ടകം, ആ ചട്ടകം കൊണ്ടിങ്ങനെ ചെറിയ പീസായിട്ട് ചെത്തിയെടുക്കുക. ഇതിൻ്റെ പേൾ ഗ്രാസിൻ്റെ റൂട്ട് ഇങ്ങനെ അടിയിലേക്ക് പോകുന്നൊരു സാധനമല്ല കേട്ടോ, മേലെ ഇങ്ങനെ പരന്ന് നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ ഒരു റൂട്ട് നമ്മളിങ്ങനെ റൂട്ടോടെ ഇങ്ങനെ ഈ പേൾ ഗ്രാസ് ഓരോ പീസാക്കിയിട്ട് ചെത്തിയെടുത്തിട്ട് അത് നമ്മൾ ഇതിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നട്ടു കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യണം എന്താ വെച്ചാൽ, വളമായിട്ട് നമ്മൾ ഒരിക്കലും ചാണകപ്പൊടി ഇട്ട് കൊടുക്കരുത്. ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കള വന്ന് ആകെ വൃത്തികേടാവും. പിന്നെ ആ കള പറിച്ച് മാറ്റാന്ന് പറഞ്ഞാൽ ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ ഈ വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ആ ഒരു പൊടി ഇങ്ങനെ ആദ്യം ഒന്ന് വെതറി കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ പേൾ ഗ്രാസിനെ വെച്ച് കൊടുക്കണത്. ഇതുണ്ടല്ലോ ശരിക്കും ഇതേപോലെ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് തന്നെ പേൾ ഗ്രാസ് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. നമ്മൾ ശരിക്കും ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ വലിയ ഷീറ്റ്, അതായത് ഒരു അടീൻ്റെ നീളമുള്ള ഷീറ്റായിട്ടൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഞങ്ങൾ അങ്ങനെ ഒരൊറ്റ ഷീറ്റ് ഒരു അടീൻ്റെ നീളമുള്ളത് എന്താ പറയുക 100 രൂപക്ക് മേടിച്ചതായിരുന്നു കേട്ടോ. ആ 100 രൂപക്ക് മേടിച്ച ഷീറ്റും കൊണ്ടാണ് നമ്മൾ മൊത്തം ഇവിടെ എല്ലാ സ്ഥലത്തും പേൾ ഗ്രാസ് വെച്ചിട്ടുള്ളത്. പലരും ഇവിടെ വന്ന് ഗ്രാസ് പറിച്ച് കൊണ്ടുപോകട്ടെ ചോദിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകലുണ്ട്. വഴിയിൽ നിന്ന് തന്നെ നമ്മൾ ആ റോഡ് സൈഡിൽ ഇങ്ങനെ കണ്ടു
കണ്ടിട്ട് വണ്ടി നിർത്തിയിട്ട് ആളുകൾ വന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ നിങ്ങൾ പറിച്ചോളി എന്ന് പറയുമ്പോൾ അവർ പറിച്ച് കൊണ്ടുപോകലുണ്ട്. അങ്ങനെ നമുക്ക് ചെറിയൊരു പീസ് കിട്ടിയാൽ മതി. അത് വെച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ചെറിയ ഇത് പുല്ല് ഇങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ വെറുതെ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുത്താലും അത് നന്നായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ. പിന്നെ അതങ്ങനെ പടർന്ന് വന്നോളും. പിന്നെ അതിനനുസരിച്ച് തന്നെ അതിൻ്റെ ഇടയിലിടയ്ക്ക് കളയൊക്കെ വരുമ്പോൾ നമ്മൾ പറിച്ച് കളയാന്നുള്ള ഒരൊറ്റ മെയിൻ്റെനൻസ് വർക്ക് ഇതിനുള്ളൂ. പിന്നെ ചെറുതായിട്ട് ഭയങ്കര ചൂടാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നനച്ചു കൊടുക്കണം. ഇത് നമ്മൾ നട്ടുടനെ നനക്കാതിരിക്കരുത് കേട്ടോ. നട്ട് കഴിഞ്ഞാൽ ഒരാഴ്ചയെങ്കിലും അല്ലെങ്കിൽ 1-2 ആഴ്ചയെങ്കിലും നമ്മൾ കറക്റ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് നനച്ചു കൊടുത്ത് വെള്ളം ചീറ്റി കൊടുത്ത് ഒരു ചെറിയ നനവ് അവിടെ നിലനിർത്തുന്നത് നല്ലതാണ്. എന്നാൽ ഈ പേൾ ഗ്രാസിന് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തൊന്നും നട്ടാൽ അത് ശരിയാവില്ല കേട്ടോ, ചീഞ്ഞു പോകും, പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് സ്ലോപ്പൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് വളരും. മെയിൻ്റെനൻസ് ഒന്നുമില്ല, മണ്ണ് ഒലിച്ച് പോവാതിരിക്കാനും നല്ലതാണ്. നമ്മൾ ശരിക്കും ഈ പാച്ചായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വലിയ പീസ് ഈ അരുവിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാനുള്ള കാരണം നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ പീസായിട്ടൊന്നും വെച്ച് കൊടുക്കൂല കേട്ടോ. അങ്ങനെ ഇത് ഈ അരുവിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ കാരണം നല്ല മഴയാണല്ലോ ഇപ്പോൾ. അപ്പോൾ മഴ പെയ്യുമ്പോൾ മണ്ണ് ഒലിച്ചു പോകുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇത് കുറേ മണ്ണ് ഇളക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇളകിയ മണ്ണാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ മണ്ണ് ഇങ്ങനെ മുകളിൽ നിന്ന് ഒലിച്ചു പോകുന്നുണ്ട് വെള്ളം ഒലിക്കുമ്പം. അപ്പോൾ അങ്ങനെ ഒലിച്ചു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ബെഡ് പോലെ ഇങ്ങനെ ഒലിച്ചു പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ പേൾ ഗ്രാസ് വെച്ച് കൊടുത്തത്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ശരിക്ക് അവിടെ കുഞ്ഞു കുഞ്ഞു പീസുകൾ വെച്ചത് കണ്ടോ നിങ്ങൾ? മുകളിലൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു പീസുകൾ ഇങ്ങനെ സെൻറ്റർ ഭാഗത്തൊക്കെ വെച്ചിട്ടില്ലേ, അങ്ങനെ വെക്കുന്നേ ഉള്ളൂ കേട്ടോ. മണ്ണ് ഒലിക്കുന്ന ഭാഗത്ത് മാത്രമാണ് നമ്മളിങ്ങനെ വലിയ പീസായിട്ട് വെച്ച് കൊടുത്തത്. അപ്പോൾ ഇനി ഇത് ഒരു 2-3 ആഴ്ച കൊണ്ട് ശരിക്കും പടർന്ന് പിടിച്ച് നല്ല ഉഷാറായിട്ട് ലാൻഡ്സ്കേപ്പ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ആ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിവിടെ ഈ സ്റ്റെപ്പിന് ചുറ്റും അതുപോലെ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ലീഫി പ്ലാന്റ്സ് വെക്കണം എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കും അത് തന്നെയാണോ അഭിപ്രായം, അതോ ഫ്ലവറിങ് പ്ലാന്റ്സ് വെക്കാനാണോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ സജഷൻ തരണേ. അതുപോലെ തന്നെ ഞാൻ ആ ഒരു റെഫറൻസ് പിക്ചർ നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരാം കേട്ടോ, ഒരു അപ്ഡേറ്റഡ് വേർഷന്. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ സ്റ്റെപ്പ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ ഒരു സ്റ്റെപ്പിൻ്റെ ലുക്കിനനുസരിച്ച് നമ്മൾ ചെറിയ അപ്ഡേഷനൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലുക്കും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് ആ ഒരു പിക്ചർ നോക്കിയിട്ട് അതിനോട് മാച്ചായ രീതിയിലുള്ള ഏതൊക്കെ പ്ലാന്റ്സ് ആണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക, ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഇവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റുകയെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എന്തായാലും നിങ്ങൾ എനിക്ക് സജഷൻ തരണം കേട്ടോ. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂലേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മോറോവർ സ്വന്തമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യണം, സ്വന്തം വീടിൻ്റെ ഗാർഡനൊക്കെ സ്വയം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഏറ്റവും നല്ലൊരു ഇൻസ്പിറേഷനായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. Thank you.